കെ എസ് അരുൺകുമാർ, ഇത് നോക്കിയപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നതിന്റെ തെളിവായി നിങ്ങൾ അർഹിച്ച ഒരു വിജയം വിധിയല്ല ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുന്നു. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. തെരഞ്ഞെടുപ്പിന് ശേഷമോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പുറത്തു വന്നതിന് ശേഷം ജനാധിപത്യം ഏറ്റവും കൂടുതൽ നിശ്ചിതമായി വിമർശിക്കേണ്ടുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ഘടകങ്ങളിൽ നിന്ന്, നിങ്ങളുടെ അണികളിൽ നിന്ന്, എന്തിനാ നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്ന് പോലും ഉണ്ടായി. പാനൂരിൽ ആ കണ്ട ദൃശ്യങ്ങൾ, വടിവാളുമെടുത്ത് തലയിൽ ചുവന്ന തുണി കെട്ടിക്കൊണ്ട് പാനൂരിലെ വഴികളിലൂടെ പോയ ആ കാഴ്ച, ആ സഖാക്കളുടെ കാഴ്ച, അത് നിങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. കേരളത്തിലെ വോട്ടർമാർ, പ്രബുദ്ധരായ വോട്ടർമാർക്ക് നിങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ഫറോക്കിൽ കേൾക്കുന്ന വെല്ലുവിളി, പത്തനംതിട്ടയിൽ കേൾക്കുന്ന വെല്ലുവിളി, ആ നിലയ്ക്ക് അരിവാളിന് മറ്റുപയോഗങ്ങൾ ഉണ്ടെന്ന് ജനങ്ങളോട് പറയാനാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇന്നെ വിജയം കിട്ടി എന്ന് കണ്ടപ്പോ പല രീതിയിലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനും ഇടതുപക്ഷം അങ്ങ് തീർന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് ഇടതുപക്ഷം ഇല്ലാതായി എന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആക്രമണം വരുമ്പോൾ പാർട്ടി സഖാക്കൾ അതിനെ ചെറുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയും അവിടെ ഉണ്ടായിരുന്നോ? ഈ ക്രൂരന്മാർ ഈ മനുഷ്യനെ മർദ്ദിച്ച് വലിച്ചു പുറത്ത് ചാടിച്ച് അട്ടഹാസം നടത്തി ക്രൂരമായി പരിക്കേൽപ്പിച്ച് മടങ്ങിപ്പോകുന്നു. ഈ ഭീകരതയുടെ പല ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ നിയമങ്ങൾ മൂലം ഞാൻ പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല. അണ്ണിച്ചോരയില്ലാത്ത വർഗം. ആ ചെറുപ്പ് നിൽപ്പിന്റെ ചില വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഏതായാലും അക്രമം ഞങ്ങളായിട്ട് ആരും സൃഷ്ടിക്കുന്നില്ല, ഞങ്ങളുടെ വഴിയല്ല. എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചു വന്നാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക. അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. ഓഹോ, ഇതാണ്. അതെ, എന്താ കുഴപ്പം? എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചു വന്നാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. അല്ല, എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കണം. യുവന്മാരുടെ തലക്കൊക്കെ ഭ്രാന്താണ്, ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ടുള്ളതും ഞങ്ങളുടെ സഖാക്കളുടെ ജീവ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഞങ്ങളുടെ കടമയാണ്. അത്തരത്തിൽ ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് രണ്ടും കൂടെ നടക്കില്ല അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്നൊരു നിലയുണ്ടല്ലോ. ഇപ്പൊ പാനൂരിലുണ്ടായ പ്രകോപനം എന്താണ്? അങ്ങനെ അക്രമാസക്തരായ ഒരു കൂട്ടം നിങ്ങളുടെ സഖാക്കളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ മുക്കിന് പോലീസ് വാനും പോലീസുകാരുമുള്ള ഇടത്ത് ആ പോലീസുകാർ എന്ത് നോക്കി നിൽക്കും? നിങ്ങളുടെ പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നോക്കി നിൽക്കുമോ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ഈ IPC-യിലെ സെൽഫ് ഡിഫൻസ് എന്നുള്ള ഒരു വകുപ്പുണ്ട്. ഭാരതീയ ന്യായ സംഹിതയും സമയം കിട്ടുമ്പോൾ തിരിച്ചു നോക്കുക. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. സെൽഫ് ഡിഫൻസ് എന്താണെന്ന് ഇങ്ങോട്ട് ആക്രമണം വരുമ്പോൾ ആ മറുകരണം കാണിച്ചു കൊടുത്തിട്ട് ഈ കരണത്തോടെ തല്ലിട്ട് പൊക്കോ എന്ന് പറയാൻ എന്തായാലും ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറാകില്ലല്ലോ. തയ്യാറാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. സെൽഫ് ഡിഫൻസിന് യൂണിഫോമും ഇവിടെ ഇങ്ങോട്ട് ആക്രമണം വരുമ്പോൾ ആ ആക്രമണത്തെ ചെറുക്കാൻ അല്ല, ഞങ്ങൾ പറയട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില വീഡിയോ കാണിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ചില വീഡിയോ അയച്ചു തരാം. കാലിൽ ഇതുപോലെ തന്നെ വടിവാള് ഉറപ്പിച്ച് വെച്ചിട്ട് ലീഗ് പ്രവർത്തകർ CPM പ്രവർത്തകരെ ആക്രമിക്കുന്ന അടക്കമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങളോടുള്ളതിന്റെ മറുപടി നിങ്ങൾ പറയൂ. അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ചുവന്ന തുണിയെടുത്ത് തലയിൽ കെട്ടി റിസൾട്ട് വന്ന ദിവസം വീടുകളിലടക്കം കയറി, പാനൂരിൽ വീട്ടിലടക്കം കയറി അക്രമം നടത്താനുള്ള പ്രകോപനം എന്തായിരുന്നു? അത് ഒരു തിരഞ്ഞെടുപ്പിൽ വിധി എഴുതിയ ജനങ്ങളോട് മുഴുവനുമുള്ള വെല്ലുവിളിയല്ലേ? അങ്ങനെയൊന്നുമല്ല. ഇനി ഞാൻ ചോദിച്ച കാര്യം, അങ്ങനെ ഏകപക്ഷീയമായ ആക്രമണം നടത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങൾ പറഞ്ഞത് ലീഗുകാരുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്, UDF-ന്റെ പ്രതിനിധി ഞാൻ ചോദിച്ചിരിക്കും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. പക്ഷേ അങ്ങനെയുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പും പോലീസും എന്തിനാണ്?
അല്ല, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ അക്രമത്തിന്റെ വഴിയല്ല. താങ്കൾ കേൾക്ക്. അല്ല, താങ്കൾ കേൾക്ക്. അങ്ങയോടല്ല ചോദ്യത്തിനല്ലേ മറുപടി പറയുന്നത്. താങ്കളുടെ ചോദ്യം കേട്ടിട്ടല്ലേ മറുപടി പറയുന്നത്. അല്ല, ചോദ്യം കേൾക്കാതെയല്ലോ മറുപടി പറയുന്നത്. വലിയ ചൂടിലാണല്ലോ. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം കിട്ടില്ല. കണക്ക് വെച്ച് ഞാനങ്ങ് പറഞ്ഞല്ലോ, 110 സീറ്റിൽ നിന്ന് UDF 80 സീറ്റിലേക്ക് ചുരുങ്ങിയ കണക്കടക്കം പറഞ്ഞപ്പോ UDFന്റെ പ്രതിനിധി പറഞ്ഞത്, അയ്യോ ഞങ്ങൾ ജയിച്ചു എന്നത് അംഗീകരിച്ചു. നിങ്ങൾ ജയിച്ചു, നിങ്ങൾക്ക് ഇത്ര സീറ്റ് വർധനവുണ്ടായി. 7 ജില്ലാ പഞ്ചായത്ത് അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് അങ്ങ് കണക്കിലേക്ക് വളച്ചൊടിച്ചു പോകരുത് അഡ്വക്കേറ്റ് കെ സരൺകുമാർ. അങ്ങനെ തന്നെയാ. ഞാൻ ചോദിച്ച അക്രമ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് തിരികെ വരൂ. ആ നിലയ്ക്കുള്ള കാര്യങ്ങളെ പാർട്ടി എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കാണിച്ച അക്രമ പ്രവർത്തനങ്ങൾ സെലക്ടീവ് ലീക്കേജ് ആണ്. യഥാർത്ഥത്തിൽ നടന്ന മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നടന്ന പല സംഭവ വികാസങ്ങളും മറച്ചുവെച്ച് ആദ്യ സീനുകളൊക്കെ വെട്ടിമാറ്റി അതിനുശേഷം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഡിഫൻസ്, ഒരു പ്രതിരോധം, ആ പ്രതിരോധം എടുത്ത് കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ രീതിയാണോ എന്ന് ചോദിച്ചാൽ ചില പ്രതിരോധമെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയായിട്ട് വരും. കാരണം ജനിച്ച നാട്ടിൽ അന്തസ്സായി സംഘടനാ പ്രവർത്തനം നടത്തി ഒരു തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമ്പോൾ ആ തോൽവിയുടെ ഭാഗമായിട്ട് അങ്ങ് തീർത്ത് കളയാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയോ പ്രഖ്യാപനമോ അല്ല. അത് ആരെങ്കിലും നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുമല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിയാവുള്ളൂ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെയും റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ തീർന്നിട്ടുണ്ട്. അങ്ങനെ തീരാൻ കഴിയില്ല അഡ്വക്കേറ്റ് കെ സരൺകുമാർ. അത് ആ അക്രമ പ്രവർത്തനങ്ങൾ അങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഇനി ലീഗുകാരോ കോൺഗ്രസുകാരോ അക്രമ പ്രവർത്തനം നടത്താൻ തെരഞ്ഞെടുപ്പ് ദിവസം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് പരിചയമൊരുക്കുക, പ്രതിരോധം ഒരുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രീതി എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അത് നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് പോലീസ് ഇല്ലെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ഈ ഞാൻ പറഞ്ഞല്ലോ 2 വകുപ്പ്, ആ സെൽഫ് ഡിഫൻസ് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതെങ്ങനെ കുറ്റകരമാവും? സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഏത് ഗ്രാമപ്രദേശങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് അറിയാം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 പേർക്കും കൃത്യമായി ബോധ്യമുണ്ട്. പക്ഷേ അവരെ ചർച്ചയിൽ പറയുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ സെലക്ടീവ് ആയിട്ടുള്ള ചില കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന നിലയ്ക്ക് ആൾക്കൂട്ട ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ ദിവസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനത്തെയും ആ പോലീസ് സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും എന്ത് പേര് ചൊല്ലി വിളിക്കണം എന്ന് കൂടി പറഞ്ഞു വെച്ച് പോകൂ. പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ച് വിളിക്കാം. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് തന്നെയാണല്ലോ വിളിക്കുന്നത്. CPM-നെ ആക്രമിക്കാൻ, ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിങ്ങൾക്ക് തോന്നിയ ഇൻട്രോ, തോന്നിയ സമാപനം, കൺക്ലൂഷൻ, തോന്നിയ വാക്കാ പറയുന്നത്. അത് മറുപടി കിട്ടിയില്ല പറഞ്ഞിട്ട് പോകണമെന്ന് പറയാൻ താങ്കൾക്ക് ഒരു അധികാരമില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു, എന്റെ പാർട്ടിയുടെ നിലപാട് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു. താങ്കൾക്ക് അത് മനസ്സിലാവുകയും മനസ്സിലാകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമം ഞങ്ങളുടെ വഴിയല്ല. പക്ഷേ ഞങ്ങളെ യാതൊരു പ്രകോപനമില്ലാതെ ആക്രമിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഖാക്കൾ അതിനെ ചൊരുക്കും. ചിലപ്പോഴേ ഗുണ്ടായുസൊക്കെ വേണ്ടി വരും. അതാണ് മെയിൻ. അതെ. സംസ്ഥാനത്ത് ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് 2 പതിറ്റാണ്ടായിട്ടെങ്കിലും കേരള രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരവാദിത്വത്തോടെ പറയുന്നു, ആ ദൃശ്യങ്ങൾക്ക് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവില്ല. അല്ല, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ തിരുത്തുമ്പോൾ നിങ്ങൾ എന്തായാലും തിരുത്താൻ ഉറച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ തിരുത്താൻ ഉറച്ചിരിക്കുകയാണല്ലോ. ഇത് കൂടി തിരുത്തു. കേരള രാഷ്ട്രീയം അങ്ങ് പറഞ്ഞതുപോലെ അക്രമാസക്തമായ നിലയ്ക്ക് പോകാതിരിക്കാനുള്ള ഒരു സാധാരണ പൗരന്റെ ഏറ്റവും വലിയ അഭിപ്രായ പ്രകടനമായി കണ്ടാൽ മതി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിടാൻ ഈ പാർട്ടിക്ക് കഴിയും. അതിന് മാതൃഭൂമിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം വോട്ട് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. വോട്ട് ചെയ്യുന്നവരുടെ അഭിപ്രായത്തിന് ഒരു വിലയുണ്ടല്ലോ ജനാധിപത്യത്തിൽ, അതങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. ഏതായാലും തോൽവിയാണ്, അത് സമ്മതിക്കും. അത് എനിക്ക് ശ്രീ കെ എസ് അരുൺകുമാറിനെ പോലൊരു അഭിഭാഷകൻ സെൽഫ് ഡിഫൻസിന് ഇത്രയും മോശമായിട്ടൊരു ചാനൽ ചർച്ചയിൽ പറയുന്നതിൽ തന്നെ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം നിയമം അറിയാവുന്നവർക്ക് എന്താണ് സെൽഫ് ഡിഫൻസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് അദ്ദേഹം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ സെക്ഷൻ ഇപ്പോൾ IPC-യിലെ 96 മുതൽ 106 വരെയുള്ള സെക്ഷനോ ഇല്ലെങ്കിൽ BNS-ലെ 34 തൊട്ടുള്ള സെക്ഷനുകൾ എടുത്താൽ 33 സെഷൻ എടുത്താൽ എന്താണ് സെൽഫ് ഡിഫൻസ്? സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൊല്ലാൻ വന്നാൽ, കത്തിയുമായിട്ട് കുത്താൻ വന്നാൽ അയാളെ പ്രതിരോധിക്കുക, അയാളെ അന്നേരം തള്ളി മാറ്റുക, അല്ലെങ്കിൽ അയാളെ അടിക്കുക, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുക, ബോഡിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. ഇത് വീടിൻ്റെ ഉള്ളിൽ ഉമ്മറത്ത് പൈപ്പിൽ ചെടി നനച്ചുകൊണ്ടിരുന്ന, പൈപ്പുമായി വെള്ളവുമായി ചെടി നനച്ചുകൊണ്ടിരുന്ന ആളെ വടിവാൾ വെച്ച് കാണിച്ച്
ഭീഷണിപ്പെടുത്തി അയാളുടെ കാറ് തല്ലിപ്പൊളിക്കുന്നത് സെൽഫ് ഡിഫൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? നിങ്ങളൊക്കെ എനിക്ക് ശ്രീ കെ എസ് അരുൺകുമാർ ഒരു അഭിഭാഷകനല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം പ്രാക്ടീസിൽ ലോയറാണ്. നിങ്ങളൊക്കെ ഒരു നിയമത്തെ എത്രമാത്രം വക്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പുച്ഛിച്ച് തള്ളുന്നത്? ആരോടാണ് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്? എന്താ കാര്യം? ബോധം വേണം, ബോധം. സെൽഫ് ഡിഫൻസിന്റെ പേരിൽ ഒരാളെ വടിവാൾ വെച്ച് കാണിച്ച് പരസ്യമായി റോട്ടിലൂടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പോവുക. ഇതിന്റെ കാരണം എന്താണ്? കുന്നോത്ത് പറമ്പ് എന്ന പ്രദേശത്ത് കോൺഗ്രസ് ജയിച്ചു, അല്ലെങ്കിൽ UDF ജയിച്ചു. ഇത് മാത്രമാണ് കാരണം. ആ കാരണത്തിന്റെ പേരിൽ വടിവാൾ എടുക്കുക, കഴുത്തിൽ വെക്കുക, വീട് കയറി തല്ലിപ്പൊളിക്കുക, ആളുകളെ മർദ്ദിക്കുക, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക. കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാണ് തനിക്കെല്ലാം ലൈസൻസ് തന്നത്. വോട്ട് ചെയ്തു, UDF വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് പരാജയപ്പെട്ടു LDF, അതിന്റെ പേരിൽ ആക്രമണം അഴിച്ചു വിടുകയാണ്. ഈ പരിപാടി CPM തുടരണം. ഇത് ഇങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. എവിടെ? ബംഗാളിലും ത്രിപുരയിലും. അവസാനം എവിടെ പോയി നിന്നു? അവസാനം പെരുമ്പാവൂരിൽ പൊറോട്ട അടിക്കുന്ന ആളായി ഏരിയ സെക്രട്ടറി മാറി. കാട്ടിലൊളിക്കേണ്ടി വന്നു ജില്ലാ സെക്രട്ടറി. എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ സഖാക്കന്മാരൊക്കെ അവസാനം ഇത് തുടർന്ന് അവസാനം കാട്ടിലൊളിക്കേണ്ട ഗതികേട് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? ആ ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ, നിങ്ങൾ ഈ തുടരുന്ന ധാർഷ്ട്യം, ഈ ധാർഷ്ട്യം നിങ്ങളുടെ അടിവേരടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഇവിടെ CPM തോറ്റു കഴിയുമ്പോൾ പറയുന്നത് എന്താ? ഒന്ന് കയ്യൂക്ക് കാണിക്കുന്നു, 2 MM മണി പറയുന്നു, ക്ഷേമം ഞങ്ങൾ വായിലായിട്ട് വെച്ച് തന്നില്ലേ, എന്നിട്ട് നന്ദികേട് കാണിക്കുക. ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? MM മണിയുടെ തറവാട് സ്വത്താണോ? ഇവിടെ സാധാരണ ആളുകൾ കരം കൊടുത്ത് അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നത് പല സ്കീമായി തിരിച്ചു കിട്ടുകയാണ്. അതൊക്കെ ഇവരുടെ എന്തോ ഔദാര്യമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു സഖാവ് പറയാണ്, എനിക്ക് വോട്ട് ചെയ്യാത്ത SNDP-കാരും എന്റെ വീട്ടിൽ കയറണ്ടാന്ന്. നിങ്ങൾക്ക് നാണാവില്ലേ CPM-കാരാ? നിങ്ങൾ ഈ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദര. ഈ തോൽവി അല്ലെങ്കിൽ ഈ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത CPM എന്ന് പറയുന്നത് നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും താഴ്ന്നപ്പെട്ട നിലയിലേക്ക് പോകും. ചായ കുടിച്ചോ? UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ഞങ്ങൾ സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞപ്പോൾ അവിടെ കയറി ഞണ്ണാൻ വന്നല്ലോ CPM-കാരൻ. പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരിയും പിണറായി വിജയൻ അടക്കം ഞണ്ണാൻ വന്നല്ലോ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട എന്ന് പറഞ്ഞപ്പോ. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഔദാര്യമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തുന്നുണ്ടെങ്കിൽ ഈ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. നമ്മൾ ഈ നാട്ടുകാരനല്ലപ്പാ. യൂത്ത് ലീഗിന്റെ പ്രാദേശിക നേതാവ് നിങ്ങളുടെ നഗരസഭാ മുൻ കൗൺസിലർ ഷിഹാബുദ്ദീൻ കൈവെട്ടിക്കളയും എന്ന് പറഞ്ഞ പ്രസംഗം അങ്ങേക്ക് മറ്റൊരു കാര്യവും പറഞ്ഞതിനെ ന്യായീകരിക്കാനോ അതിൽ നിന്ന് തെന്നിമാറാനോ കഴിയില്ല. അങ്ങ് ഇത്രയും ഉയരുന്ന നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങളും നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് കയ്യിലെടുക്കുന്ന വടിവാളുകൾക്കും നിങ്ങൾ ഉത്തരം പറയണ്ടേ? ഞാനത് തള്ളി പറയുന്നു. അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കേസെടുത്ത അയാളെ ജയിലിലിട്ടോ. ഞാൻ തള്ളി പറയുന്നു. ഞാൻ സെൽഫ് ഡിഫൻസ് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ കാണിച്ചതാണ് ചങ്കൂറ്റം. പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ക്രൂരത എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദുരന്തപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ സെൽഫ് ഡിഫൻസ് ഒരു പ്രാക്ടീസിംഗ് ലോയർ എന്ന രീതിയിൽ ബഹുമാനായ ശ്രീ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അങ്ങ് ഒരു വക്കീൽ എന്ന രീതിയിലുള്ള ബഹുമാനമാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ചെയ്ത് വളരെ മോശമായി പോയി. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല. കാരണം നിങ്ങളെ കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ നിങ്ങൾ സെൽഫ് ഡിഫൻസിനെ ഇങ്ങനെ വർണ്ണിച്ചത് വളരെ കഷ്ടമായി. കാരണം എന്താ സെൽഫ് ഡിഫൻസ്? ഒരാൾ അവിടെ പൈപ്പും പിടിച്ച് വെള്ളം വിടുന്ന പൈപ്പും പിടിച്ച് അദ്ദേഹത്തിന് വീട്ടിലിരിക്കുന്ന സമയത്ത് അതിന് വടിവാളും വെട്ടത്തിൽ കൊണ്ടുപോയിട്ട് തല്ലം പോയിട്ട് അതിൻ്റെ കാറും തല്ലി ഒടിച്ചിട്ട് പിന്നെ ഈ സബോള പിടിക്കില്ലേ നമ്മൾ പണ്ട് നെറ്റിൽ, അതേപോലെ സാധനത്തിൽ ബോംബ് കൊണ്ട് നടന്നത് അതൊക്കെ അവിടേക്ക് പിടിക്കും വലിച്ചെറിയെന്ന് പറയപ്പെടുന്നതാണല്ലോ. നിങ്ങളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അത് കൊണ്ടു നടന്നതെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഗതി വന്നത് എന്നുള്ള ഭാവിയിൽ നിങ്ങൾ തിരിച്ചറിയും. നല്ല കാര്യം. ഇതേപോലെ തന്നെ സെൽഫ് ഡിഫൻസ് ആണെന്ന് പറയും. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരൊക്കെ നടത്തിയ സമയത്ത് ഇതേപോലെ സെൽഫ് ഡിഫൻസ് കുറച്ച് പോലീസുകാർ എടുത്തുവെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി അവകാശപ്പെട്ടിരുന്നു. ആ അവകാശപ്പെട്ടതിന്റെ ഗുണമാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഭാവിയിലും ഇതേ അവകാശങ്ങൾ നിങ്ങൾ തുടരുക. അതൊരിക്കലും മാറ്റരുത് എന്നാണ് അപേക്ഷ. കാരണം മാറ്റിയാൽ മാത്രമല്ല ഞങ്ങളെപ്പോലുള്ളവർക്ക് പിന്നെ പണിയോ, മാറ്റിയില്ല എങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ വിജയം ജനാധിപത്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകുന്നു. വലതുപക്ഷമാണ് പ്രതിപക്ഷമായി നിൽക്കുന്നത്. വലതുപക്ഷത്തിലേക്ക് വോട്ടുകൾ ഉണ്ടാകുന്നു. അവിടെ നമ്മളൊരു കാര്യം കാണാതെ പോകേണ്ടത്, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആരും പറയേണ്ട അല്ലെങ്കിൽ അത് എടുക്കേണ്ട എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. മുസ്ലിം വോട്ടുകൾ പരിപൂർണ്ണമായിട്ട് വലതുപക്ഷത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കേന്ദ്രീകരിക്കുമെന്നുള്ള അറിയുന്നത് കൊണ്ടാണല്ലോ ഇവർ അയ്യപ്പ സംഗമം പോലെയുള്ള തട്ടിപ്പുമായി വന്ന് ഹിന്ദു വോട്ടുകളെ പിടിക്കാനുള്ള ഒരു നിലപാട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത്. ന്യൂനപക്ഷ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് UDF-ലേക്ക് പോയിട്ടുണ്ട്. ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന നിർദ്ദേശം ഡെവലപ്മെന്റിന് വേണ്ടി വോട്ട് ചോദിക്കുക, വികസിത കേരളം എന്ന് പറയുന്ന സങ്കല്പം മാത്രം മുന്നോട്ട് വെച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഞങ്ങൾ ആ രീതി മുന്നോട്ട് വെച്ചു. ഞങ്ങൾ നിലവിൽ ഹാപ്പിയാണ്, ഒരു സംശയവുമില്ല. ഞങ്ങൾ
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF കിട്ടിയിട്ടുള്ള വിജയത്തിനെ ഞാനൊരിക്കലും കുറച്ച് കാണിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. ജീവിതത്തിൽ അവർ വിജയിച്ചു, അവർ അംഗീകരിക്കുന്നു. ഇപ്പോഴും നല്ലത് നേരെ പോകുന്നുള്ള വഴിയാണ്. പിന്നെ ഒരു കാര്യം വളരെ സന്തോഷകരമായി കാര്യമായിട്ട്, കാരണം തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ DJ പാർട്ടിയൊക്കെ ആഘോഷിച്ചു തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ. കാരണം ഇത്ര അവർക്ക് ദോഷമില്ലല്ലോ, കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ ഹാപ്പിയിലാണ്. കാരണം കുത്തുന്നത് മുഴുവൻ താമരക്കാണ് എന്നുള്ള ആരോപണമില്ലാത്ത ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് ഇതിന് മാറുമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഞങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അത് പഠിക്കും. ഒപ്പം തന്നെ വികസിത പൊളിറ്റിക്സിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാനും ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള പ്രയത്നം ഇനി ഇവിടെ നിങ്ങളുടെ 105-110 ദിവസങ്ങളാണുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ ആ പ്രവർത്തനമായി മുന്നോട്ട് പോകും. ഇവർ വർഗീയ കാർഡ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഡെവലപ്മെന്റ് കാർഡ് കൊണ്ടുപോകും. ഇടതുപക്ഷം അതിനകത്ത് ഞങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടോ ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു പരാതിയില്ല. നിങ്ങൾ വടിവാളും വെട്ടോത്തിയും പോകുമ്പോൾ കേട്ട് നിങ്ങൾ നടന്നിട്ട് അതിനെ സെൽഫ് ഡിഫൻസ് എന്നുള്ള മനോഹരമായ പേരിട്ടൊക്കെ വിളിച്ചോ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ തന്നെ വിളി തുടരട്ടെ. അത് തന്നെയാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്. എങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ വിജയിച്ച് കയറാനായിട്ട് പണി എളുപ്പമാവുള്ളൂ. സ്വീകരിക്കും കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ